ഭൂമി ലെൻസിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കുറെ ദിവസത്തിന് ശേഷമാണ് വീണ്ടും തുടങ്ങുന്നത്. അതെ അതെ അതെ. അപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നത് പോലെ കോഴിക്കോട് ജില്ലയില് കൊയിലാണ്ടിക്കടുത്ത് ഉരുപുണ്യകാവ് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിന്റെ പരിസരത്താണ് നമ്മള്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. കടലിങ്ങനെ വിശാലമായി കിടക്കുകയാണ് അല്ലേ? അതുപോലെ തന്നെ ഇവിടെ എന്താ നമുക്ക് ഇവിടെ അസ്ഥി ഒഴുക്കാനുള്ള സൗകര്യം. അതെ, അസ്ഥി ഒഴുക്കുന്ന ഒരു സൗകര്യം ഉണ്ട് ഇവിടെ. നല്ല സായാഹ്നം ചെലവഴിക്കാനൊക്കെ പറ്റിയ അല്ലേ? നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ആർക്കും ഇവിടെ വന്ന് ഇരുന്ന് ചില്ലടിക്കാൻ പറ്റിയ സ്ഥലമാണ്. മാത്രമല്ല ഈ അമ്പലം അതേ നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്താണ് അമ്പലം നിൽക്കുന്നത്. ഈ അമ്പലത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരു വശത്തെ കടലുമാണ്, പിന്നെ അമ്പലത്തിന്റെ അമ്പലക്കുളത്തിലെ വെള്ളത്തിന് ഉപ്പുരസല്യാണ്. അതാണ് പ്രത്യേകത. അത് നമ്മൾ വന്ന ഒരു ടൈം നല്ലൊരു സമയത്താണ്. കാണേണ്ട ഒരു നമുക്ക് ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ ബോർഡൊന്ന് കാണിച്ചു. നട തുറക്കുന്ന സമയം രാവിലെ 5 മുതൽ 11 മണി വരെ അല്ലേ? വൈകുന്നേരം 5:30 മുതൽ 7 മണി വരെ. ഇതാണെങ്കിൽ എന്താ അപൂർവമായ ഒരു ക്ഷേത്രമാണ്. ഇതേമാതിരി കടലിന്റെ അടുത്തുള്ള ദുർഗാ ഭഗവതി ക്ഷേത്രം. അതെ അതെ. ശ്രീ ഉരുപുണ്യകാവിലെ ഓരോ ജലകണികയിലും ദേവീ ചൈതന്യം തുടിക്കുന്നു. അടുത്ത് വരെ വാഹനം വരും. അതെ അതെ. പാർക്കിംഗ് സൗകര്യം ഇവിടെ ഉണ്ട്. ഇനി അമ്പലത്തിൽ കയറാൻ അല്ലെങ്കിൽ വൈകുന്നേരം ചെലവഴിക്കാൻ പോലും ചെലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ്. ക്ഷേത്രത്തിലേക്ക് നടക്കാം. ഈ ഉരുപുണ്യകാവ് ഭഗവതി ക്ഷേത്രം ആരും കണ്ടില്ലാന്ന് പറയില്ല, ദൂരത്ത് തന്നെ കാണാം. ഫോട്ടോഷോപ്പിന് പറ്റിയ സ്ഥലമാണ്. പിന്നെ അതേമാതിരി വല്ല വിവാഹം പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് നടക്കും. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അമ്പലത്തിന്റെ ഫോൺ നമ്പർ 9446087627. മൂടാടി. നടന്നിട്ട് എന്തൊരു കാഴ്ചല്ലേ! എന്താ ഇവിടുത്തെ ഒരു കാറ്റ് അല്ലേ? ഒരു ഭംഗിയാണ്. ഇവിടെ നിന്നുള്ള കാഴ്ച എന്താണെന്നുള്ളത് അനുഭവിച്ചാൽ തന്നെ അറിയുള്ളൂ. ഇന്ന് ഞങ്ങളുടെ കൂടെ എൻ്റെ മോളുണ്ട്. ഒരുപാട് വർഷം മുമ്പ് തകർന്നു കിടന്നിരുന്ന ഈ ക്ഷേത്രം പിന്നീട് പുനരുദ്ധാരണം ചെയ്തതിന് ശേഷമാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമായിട്ട് മാറിയത്. അതിൻ്റെ പരിസരം കടലാണ് എന്നതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത.
ഇവിടുത്തെ ഈ കള്ളിപ്പാലയും തറയും ഈ ക്ഷേത്രത്തിന് അപൂർവമായ ഒരു ഭംഗി നൽകുന്നുണ്ട്. ഇരിപ്പിടമായിട്ട് കൂടി സജ്ജീകരിച്ചിട്ടുള്ള ഈ കള്ളിപ്പാലയുടെ തറയിലിരുന്ന് അമ്പലത്തിന് മുകളിൽ നിന്ന് കടലിലേക്കുള്ള ഒരു കാഴ്ച ഏറ്റവും മനോഹരമായിട്ടുള്ളതാണ്. പ്രപഞ്ചത്തിൻ്റെ ആധാരമായ പഞ്ചഭൂതങ്ങളെയും ഭാരതത്തിലെ മഹാപുണ്യ നദികളെയും പ്രതിനിധീകരിക്കുന്ന 5 തീർത്ഥങ്ങളാണ് ഈ ക്ഷേത്ര സന്നിധിയിലെ പ്രധാന സവിശേഷത. ഭൂമി ഗംഗാ സാന്നിധ്യത്തെയും ജലം യമുന സാന്നിധ്യത്തെയും അഗ്നി സരസ്വതി സാന്നിധ്യത്തെയും വായു നർമ്മദാ സാന്നിധ്യത്തെയും ആകാശം കാവേരി സാന്നിധ്യത്തെയും പ്രതിനിധീകരിക്കുന്നു. ക്ഷേത്ര തിടപ്പള്ളിക്കകത്തുള്ള പുണ്യതീർത്ഥത്തിൽ നിന്നാണ് ദേവിയുടെ അഭിഷേകത്തിനും പൂജകൾക്കുമുള്ള ജലം ശേഖരിക്കുന്നത്. ജലദുർഗയായി വിളങ്ങുന്ന അമ്മയുടെ ചൈതന്യം ഈ തീർത്ഥങ്ങളിലൂടെ ഭക്തരിലേക്ക് ഒഴുകിയെത്തുന്നു എന്നാണ് വിശ്വാസം. മുൻവശത്തു കൂടിയാണ് നമ്മൾ കയറി വന്നത്. അതെ അതെ അതെ, ഇത് ക്ഷേത്രത്തിന്റെ ബാക്ക് സൈഡാണ്. ഇവിടെയുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇവിടെ ഈ ഒരു ഭാഗത്ത് കടലും ഇപ്പുറത്ത് തന്നെ കുളം. ഈ കുളത്തിൽ ഉപ്പുവെള്ളം അല്ലാന്നാ പറയണത്. ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയറെല്ലാം ഇട്ടിട്ടുണ്ട് ഇവിടെ. പട്ടാമ്പി. ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? 20 വർഷം കഴിഞ്ഞു. 20 വർഷം. വന്നപ്പോ ഈ അമ്പലത്തിന്റെ മാത്രം ഇവിടെ ഉള്ളൂ. ശ്രീകോവിൽ മാത്രം. സെപ്റ്റംബർ ഒന്നുമില്ല. പ്രതിഷ്ഠിക്കാൻ തലേന്നില്ല പ്രതിഷ്ഠിക്കാൻ 4 വർഷം കഴിഞ്ഞ പ്രതിഷ്ഠ ഞാൻ വരുമ്പോൾ ശ്രീകോവിൽ. അപ്പൊ അന്ന് ഇങ്ങനെ ഇവിടെ തുറക്കൊന്നുമില്ല. 10 മണിക്ക് തുറക്കുക. ബോർഡാണ്. വരുമാനം ശമ്പളമൊന്നും കിട്ടില്ല. എനിക്ക് താല്പര്യമൊന്നുമില്ല. അങ്ങനെ കിടക്കായിരുന്നു തുടങ്ങി. ഞാൻ വന്നത് ഞാൻ നേരത്തെ തുറക്കും. 6 മണിക്ക് തുറക്കും. ഞാൻ വരുമ്പോൾ 6 മണിക്ക് തുറക്കും. മുമ്പൊന്നുമില്ല. 12 മണിക്ക് 1 മണിക്ക് ഒരു പൂജ. സായനിക്കാലം ഒരു പൂജ. സമയക്രമൊന്നുമില്ല. എപ്പോഴും പൂജ കഴിച്ചു പോകേണ്ട. ഞാൻ വരുന്നതിനെ പിന്നെ 2006 ഞാൻ വന്നു. 2009 തന്ത്രിയൊന്നും ഇല്ല ഇവിടെ അന്നത്തെ കാലത്ത്. തന്ത്രി സുനാമി വന്ന സമയത്ത് അന്നൊന്നും ഞാൻ ഇവിടെ ഇല്ല. പക്ഷെ സുനാമി വന്നപ്പോ കടയിൽ പോകാണ്ടായി പറഞ്ഞു. കേറിയതല്ല. ഇവിടെ എപ്പോഴും കടൽക്ഷോഭം ഉണ്ടാവില്ല. പാറയെ പോകണ്ടേ ഇപ്പൊ കരയില്ല. പക്ഷെ ഈ 2 സൈഡിലും കടലാണ്. തെക്ക് പറഞ്ഞാൽ സാധ്യത പാറയെ കൊണ്ട് ശക്തി ഉണ്ടാവില്ല. 2 സൈഡിലും കടലാണ്. തമ്മിൽ കയറി കഴിഞ്ഞാൽ പ്രത്യേകത തന്നെയാണ്. കുളത്തിലെ വെള്ളത്തിന് കടലിലെ വെള്ളത്തിൽ ഉപ്പ് കുളമൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു കുളം. ഇങ്ങനെ കെട്ടിയിടൊന്നും ഇല്ല. ചണ്ടി ഒരു കളങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ വന്ന കാലത്ത് ദേവസ്വത്തിന്റെ കീഴിലാണ്. അന്ന് ദേവസ്വം മലബാർ ദേവസ്വം. ഇപ്പൊ ഏഗ്രേഡായി. അന്ന് ഞാനൊരു കഴിവ് മാത്രം 2 ആളുകൾ. ഇപ്പൊ 10-15 സ്റ്റാഫായി. ദിവസവും രാവിലെ ഭക്ഷണം ഏഗ്രേഡായി. ഓ ഇപ്പൊ ആരോടും ചോദിക്കണ്ട. ചെക്ക് കൊടുത്ത പൈസ ബാങ്കിൽ പൈസ ഒന്നും ചോദിക്കണ്ട. എല്ലാ ഇതിനും ഇതൊക്കെ അന്ന് ഓരോരുത്തരും കൂടി ചെയ്യിച്ചതാ ഈ പണി. അന്ന് ഒന്നും ചെയ്യാനില്ല. ഓരോരുത്തരും കൂടി സ്പോൺസർ ചെയ്യിച്ചതാ. കുളത്തിന്റെ അങ്ങനെ ഇങ്ങനെ കഴിയായി. ഇപ്പൊ ആരോടും ചോദിക്കണ്ട. ബാങ്കിലേക്ക് എന്നാ പൈസ ചെക്ക് കൊടുത്ത പൈസ ആ അവസരം എത്തി. ഇപ്പൊ അന്ന് 2 മണിക്കൂറൊക്കെ ശമ്പളം കൊടുക്കുക. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നാണ് ഇവിടെ.
ഇപ്പൊ അയാളൊന്നും ചോദിക്കണ്ട, ബാങ്കിക്ക് ചെക്ക് കൊടുത്താൽ പൈസ റെന്റ് മേടിച്ച് നടത്താം. ഇതിന്റെ പേരെന്താ? ശ്യാമളൻ. ശ്യാമളൻ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ താമസിക്കാൻ സൗകര്യം ഉണ്ടോ? അങ്ങനെ അമ്പലത്തിൽ സൗകര്യമൊന്നുമില്ല. അല്ല, ഈ യോഗാശ്രമം സന്ധ്യ അവിടെ ക്ലാസ്സൊക്കെ നടത്തുന്നുണ്ട് ഇവിടെ. അല്ല, അതല്ലാതെ നമ്മൾ വന്ന് നിൽക്കാന്നുണ്ടെങ്കിൽ അങ്ങനെ അവിടെ ഉണ്ട്. ഇപ്പൊ റൂമുണ്ട്. ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ടേക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉണ്ടാവുള്ളൂ, അത്രേ ഉണ്ടാവുള്ളൂ. അല്ലാതെ പറ്റില്ല. ക്ലാസ്സിലേക്ക് പോയി അത്രേ ഉണ്ടാവും. അങ്ങനെ എനിക്ക് തോന്നുന്നത് അറിയില്ല, ഞാൻ അറിയില്ല. അവിടെ മൂന്ന് ബിൽഡിംഗ് ഒക്കെ ഉണ്ട് മുകളില്. ശരി. അങ്ങനെ ഇന്നത്തെ ദിവസം ധന്യമായി അല്ലേ? അതെ, ഇന്നത്തെ ദിവസം ധന്യമായി. വിചാരിക്കാതെ വന്നൊരു വരവാണ് അല്ലേ? കേട്ടറിഞ്ഞിട്ടുള്ള ഒരു ഇതിൽ വന്ന് നോക്കിയതാണ്. വന്ന് നോക്കിയപ്പോ മാത്രല്ല ഇവിടെ നമുക്ക് പോകാനും കഴിയണില്ല, പോകാൻ തോന്നുന്നില്ല. സൗന്ദര്യമുള്ളൊരു സ്ഥലം. അല്ല, ഈ കടലിന്റെ ശബ്ദമല്ലാതെ വേറൊരു ശബ്ദമില്ലല്ലോ അല്ലേ? അതെ. എന്താ കുറെ കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യാൻ പറ്റിയത് വലിയ സന്തോഷം. അപ്പൊ ഇനി അധികം വൈകാതെ അടുത്ത എപ്പിസോഡ് കാണുന്നവരേക്കും അല്ലേ? എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബൈ.